നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും, സാമ്പത്തിക ഉൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും നൽകുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കേന്ദ്രം കൈവിട്ടാലും വികസനത്തിൽ പിന്നോട്ടില്ല. ഇത് മുഖ്യമന്ത്രിയുടെ വയനാട് മേപ്പാടിയിൽ നടന്ന വയനാട് തുരങ്കത്തിൻ്റെ ആയി ബന്ധപ്പെട്ട അതിൻ്റെ തറക്കല്ലിടലിൻ്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോട് പറയുവാനുള്ളത്, എല്ലാ വേദികളെയും രാഷ്ട്രീയമായി കാണും. ഉദ്ഘാടന വേദികൾ രാഷ്ട്രീയം, തറക്കല്ലിടുന്നിടത്ത് രാഷ്ട്രീയം, സകല സ്ഥലത്ത് രാഷ്ട്രീയം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഇതൊരു ഫെഡറൽ വ്യവസ്ഥയാണ്. തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. വികസനത്തിൽ സ്റ്റാലിന് രാഷ്ട്രീയമില്ല. MK സ്റ്റാലിൻ്റെ വികസന പരിപാടികൾ ഒരിടത്തും ഒരാളെയും കുറ്റം പറയില്ല. അതേസമയം അല്ലാത്ത പൊളിറ്റിക്കൽ വേദികളിൽ നഖശികാന്ത് എതിർക്കുകയും ചെയ്യും. ഡൽഹിയിൽ നിന്നുള്ള പണം ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് തമിഴ്നാടാണ്. അവർക്കതിന് പ്രത്യേക കഴിവുണ്ട്, പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിൽ വളരെ കൃത്യമായ ഓപ്പറേഷൻസ് നടക്കും. കേരള ഹൗസിൽ ആളുകൾ പോയി താമസിക്കുകയും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതേസമയം തമിഴ്നാട് ഹൗസിൽ നടക്കുന്ന ചർച്ചകൾ തമിഴ്നാട്ടിലേക്ക് ധാരാളം പണം കൊണ്ടുപോകുന്നത്. എല്ലാ പ്രോജക്റ്റുകളും അവർ 100% ഏക്കാറുണ്ട്. കേന്ദ്രത്തിൽ നിന്നവർ ഒന്നിച്ച് പോയി, DMK-ക്കാരും ADMK-ക്കാരും BJP-ക്കാരും തമിഴ്നാട്ടിലുള്ള ആരെല്ലാം ഉണ്ട്, അവർ ഒന്നിച്ച് പോയി വഴക്കുണ്ടാക്കിയും തല്ലുകൂടിയൊക്കെ പൈസ മേടിച്ചു പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അതിനകത്തൊരു രാഷ്ട്രീയം പറയും. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി സഹായിക്കാതെ ഏത് പദ്ധതിയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒരു സ്റ്റേറ്റിനും കഴിയത്തില്ല. ഞെരുക്കിയ പ്രയാസം തന്നെ വരും. എത്ര പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നടക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ ഏത് പദ്ധതി എടുത്ത് നോക്കൂ, അതിൽ കുറച്ച് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് പൈസ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായകമായിട്ട് വർത്തമാനം പറയുന്നതല്ല, തിരിച്ചും പറയാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു വേദി വന്നിട്ട് സംസ്ഥാനത്തെയും കുറ്റം പറയാൻ പാടില്ല, രണ്ടു കൂട്ടരും പറയാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്ന ഒരു ഫെഡറൽ വ്യവസ്ഥയാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നികുതി പിരിക്കുന്നതിൻ്റെ GST ഒക്കെ വന്നതിന് ശേഷം നികുതി പിരിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം തുക കേന്ദ്രം കൊണ്ടുപോകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായം കേരളത്തിന് കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട് നമുക്ക്. അത് പരിശോധിക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുകയും അതിനാവശ്യമായ കോമ്പൻസേറ്ററി പണം കൊടുക്കുകയും വേണം സ്റ്റേറ്റിന്. കാര്യം സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ തന്നെ പണം പിരിക്കുകയാണ് കേന്ദ്രം, ടാക്സിൻ്റെ രൂപത്തിലൊക്കെ. അത് തിരിച്ച് സ്റ്റേറ്റിന് കൊടുക്കണ്ടേ? അത് സമ്പന്നതയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുപോയി മറ്റ് ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് മറ്റ് സ്റ്റേറ്റിൽ കൊടുക്കുന്ന രീതി അനീതിയുണ്ട്. അതിനകത്തൊക്കെ അനീതിയുണ്ട്. നമുക്ക് കിട്ടണം. നമ്മളെ അടയ്ക്കുന്ന പൈസയുടെ ഒരു വിഹിതം നമുക്ക് കിട്ടണ്ടേ? ഇവിടെ നിന്ന് പിരിച്ചു കൊടുക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ അനീതിയുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും നമുക്ക് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും അല്ലാതെ ഖജനാവിൻ്റെ ശേഷിക്കുറവ് കാരണം പല പദ്ധതികളും ദശാബ്ദങ്ങളും വൈകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ പദ്ധതികൾ അടക്കം പിന്നോട്ട് പോകുന്ന അവസ്ഥയാണെന്നും പരിഹാരമായാണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. കിഫ്ബിക്ക് രൂപം നൽകിയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് തോമസ് ഐസക്കാണ്. 90,000 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് വേറെ അഭിപ്രായമുണ്ട്, AGക്ക് അഭിപ്രായമുണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് ഇനി പൈസയൊന്നും അധികം എടുക്കരുതെന്ന്. തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു കിഫ്ബി പൂട്ടേണ്ട സമയമായി, അതിൽ നിന്ന് പണം എടുക്കരുതെന്ന്. വേറെ ആരുമല്ല, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രി, ഇന്ന് CPMനകത്ത് ജീവിച്ചിരിക്കുന്ന, വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഏക ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക്കാണ് പറഞ്ഞത് കിഫ്ബിയുടെ കാലം കഴിഞ്ഞു, ഇനി കിഫ്ബിയിൽ മുന്നോട്ട് പോകരുത്. അപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നുണ്ട്. അത് വികസനമായിരിക്കും ലക്ഷ്യം, തീർച്ചയായിട്ടും നടക്കട്ടെ. പക്ഷേ തുരങ്കപാതയെക്കുറിച്ച് വേറെ അഭിപ്രായമുണ്ട്, അത് പിന്നെ പറയാം. ഇത് വളരെ കൃത്യമാണ്. വികസനത്തിൻ്റെ ഏത് വേദി വന്നാലും അവിടെ പരസ്പരം ഒരു കുറ്റപ്പെടുത്തൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കേന്ദ്രവും സംസ്ഥാനവും വളരെ ഗൗരവമായ ഫെഡറൽ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. ആവശ്യമില്ലാത്ത തർക്ക വിതർക്കങ്ങൾക്ക് വേദിയല്ല ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വേദികളല്ല വികസന വേദികളെന്ന് മുഖ്യമന്ത്രിയും CPMും ഒക്കെ തിരിച്ചറിയണം. എന്തായാലും കേന്ദ്രം കൈവിട്ടാലും വികസനത്തിൽ പിന്നോട്ടില്ല എന്നുള്ള പ്രയോഗം അവിടെ പറയേണ്ടായിരുന്നു. അവിടെ പറയേണ്ടത് അതുമായി ബന്ധപ്പെടുത്തി സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. സെൻട്രലിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ സെൻട്രൽ അപേക്ഷ കൊടുക്കണം, അത് വാങ്ങിയെടുക്കാൻ നോക്കണം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് കുറേ മൈലേജ് കിട്ടും, പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വഴി അടയുന്ന രീതിയാണ് ഇത്തരം സംഭാഷണങ്ങൾ.